ജിജോയുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രതിസന്ധികൾ അറിയാമല്ലോ, ഇത് എല്ലായിടത്തും ഇതുപോലൊരു ട്രാക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. ഉദ്യോഗസ്ഥരുടെ അഭാവമുണ്ട്. ഈ ലൈസൻസ് എത്തിച്ചു കൊടുക്കാൻ തന്നെ കാലതാമസം നേരിട്ട അവസ്ഥയുണ്ടായി. അപ്പോൾ എങ്ങനെ കേരളത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ടെസ്റ്റ് കിട്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയും? അതിന് ഉള്ളൊരു നിർദ്ദേശം എന്താണ് ജിജോ? ഇപ്പം മന്ത്രി പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഇപ്പം അതായത് ഇപ്പം ടെസ്റ്റ് സ്റ്റാൻഡേർഡായിട്ട് നടത്തണമെങ്കിൽ നമുക്ക് ടൈം വേണം. അപ്പോൾ പക്ഷേ ഈ പുള്ളി പറയുന്നതും ശരിയാണ്. ലൈക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടപ്പുണ്ട്. അവർക്ക് ഇപ്പം ലൈസൻസ് അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒന്നുകിൽ ടെസ്റ്റ് നടത്തുന്ന സെൻറ്റേഴ്സ് കൂട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലേണേഴ്സിൻ്റെ കാലാവധി തന്നെ ഇപ്പോൾ 6 മാസം വേണമെങ്കിൽ 1 വർഷമാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം ലേണേഴ്സ് പുതുക്കാൻ ഇപ്പം ഒരു തവണ ഫെയിലായി കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും പുതുക്കണ്ടല്ലോ, ഉടനെ വീണ്ടും അവസരം കിട്ടും. സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ചാടിക്കേറി ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇത് എന്താ പറയുക, ആലോചിച്ചും കണ്ടും എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു കാര്യം ഡാഷ് ക്യാം വയ്ക്കണമെന്ന് പറയുന്നു. ഡാഷ് ക്യാം വയ്ക്കുന്നത് എന്തിനാണ്? മോണിറ്റർ ചെയ്യാനായിട്ടാണ്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് മോണിറ്റർ ചെയ്യാനാണ് ഡാഷ് ക്യാം വയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന എല്ലാം ഒരു RTOയുടെ കയ്യിൽ ഇപ്പോൾ 100 വണ്ടികളുണ്ടെന്ന് വെച്ചോ. ഈ 100 വണ്ടികളിൽ ഡാഷ് ക്യാം വെച്ച് ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസം 800 മണിക്കൂറിൻ്റെ വീഡിയോസ് നമുക്ക് RTOയിൽ പോകും. 800 മണിക്കൂർ, 1 മണിക്കൂർ ഒരു ഡാഷ് ക്യാമിൽ റെക്കോർഡ് ആവണമെന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റ് ഓരോ വീഡിയോസായിട്ടാണ് റെക്കോർഡ് ആവുന്നത്. അപ്പം ഏകദേശം 48,000 വീഡിയോസ് ഒരു ദിവസം ഒരു RTOന് ചെക്ക് ചെയ്യണം. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പം വേണമെങ്കിൽ അതിന് പകരം ഇവർ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലൗഡ് ബേസ്ഡ് ഡാഷ് ക്യാംസ് കൊണ്ടുവരാം. അതായത് ഇപ്പം നമുക്ക് എന്താ പറയുക, ഗവൺമെൻറ് തന്നെ ഒരു ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പം AI ക്യാമറ വയ്ക്കുന്ന കണക്ക് കാറിൽ ഡാഷ് ക്യാംസ് വയ്ക്കാം. അപ്പോൾ ഈ പുള്ളി പറഞ്ഞ ആ പ്രശ്നം സോൾവ് ആവും. ബാക്കിയുള്ളവരുടെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം അതൊക്കെ നമുക്ക് അവിടെ കിട്ടും. പിന്നെ ആ ക്യാമറ തന്നെ ഉപയോഗിച്ച് ഈ സെയിം AI ക്യാമറ ഫീഡ് ചെയ്യുന്ന അതേ നെറ്റ്വർക്കിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ പറയുക, ബാക്കി ഈ റോഡ് ഈ തെറ്റ് കാണിക്കുന്നവർക്ക് ഈ ഫൈൻ ഈടാക്കാൻ പറ്റും. അത് വലിയൊരു റവന്യൂ ആവും സർക്കാരിന് ആക്ച്വലി. അപ്പം അത് ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ അതുപോലെ ഇപ്പം എന്താ പറയുക, 15 വർഷം മുന്നേ ഉള്ള വണ്ടി ഉപയോഗിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ അതിന് പറയുന്ന റീസൺസ് എന്താ പറയുക, പവർ ബ്രേക്ക് ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, പിന്നെ എന്താ പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഉള്ള 15 വർഷം മുന്നേ ഉള്ള വണ്ടികളുണ്ട്. അതിന് ശേഷം ഇറങ്ങിയ വണ്ടികൾ, ഇതില്ലാത്ത വണ്ടികളുമുണ്ട്. അപ്പോൾ ഈ 15 വർഷം എന്ന് പറയാതെ ഒരു സ്പെസിഫിക്കലി ഇങ്ങനെ പറയുക, ഇന്ന ഫീച്ചേഴ്സ് നിർബന്ധമാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വണ്ടിയിൽ. അത് ടെസ്റ്റിന് ഇറക്കുന്ന വണ്ടികളെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് 15 വർഷം മുന്നേ ഉള്ള വണ്ടികൾ ടെസ്റ്റിന് ഇറക്കാൻ പാടില്ല, പക്ഷേ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. അപ്പോൾ അത് ഒരു പ്രാക്ടിക്കലി നല്ല കാര്യമല്ല. ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റിന് മാത്രമല്ല പഠിപ്പിക്കാനും പാടില്ല. ഒരു ബേസിക് ഫീച്ചേഴ്സും ഒരു ഇത് അത്യാവശ്യം മോഡേൺ ഫീച്ചേഴ്സൊക്കെ ഉള്ള വണ്ടികൾ തന്നെ. കൃത്യമായിട്ട് കാര്യമാണ്.